നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. തിരൂരിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്ക്. കോഴിക്കോട് നിന്ന് തിരൂരിൽ ചികിത്സക്കായി ഡോക്ടറെ കാണാനെത്തിയവർ സഞ്ചരിച്ച കാറും കുറ്റിപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാർ യാത്രക്കാരായ 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റ് യാത്രക്കാരെല്ലാം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരൂർ പരപ്പനങ്ങാടി റൂട്ടിൽ താനൂർ ദേവദർ ടോളിന് സമീപം കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഒയ്യൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറും എതിർദിശയിൽ വന്ന മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലിയാർ പുഴയിൽ എടശ്ശേരിക്കടവിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഊർങ്ങാട്ടിരി പുല്ലാനിക്കോടൻ ജാഫറിന്റെ മകൾ റബയാണ് മരിച്ചത്. പുഴയുടെ സമീപത്ത് കൂട്ടുകാരിക്കൊപ്പം കളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ വീഴുകയായിരുന്നു. എടവണ്ണപ്പാറ സ്വദേശിയും അരീക്കോട് സ്റ്റേഷനിലെ പോലീസ് ഓഫീസറായ സനൂപുമാണ് കുട്ടിയെ മുങ്ങിയെടുത്തത്. പന്തീരായിര വനമേഖലയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ഏക്കർ കണക്കിന് വനമേഖല കത്തി നശിച്ചു. 3 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ വനപാലകർ തീ നിയന്ത്രണ വിധേയമാക്കി. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കാവുങ്ങൽ ബൈപ്പാസിനു സമീപം വീടിന്റെ അടുക്കളയോട് ചേർന്ന വിറകുപുരക്ക് തീ പിടിച്ചു. വെങ്ങശ്ശേരി ഷബീബിന്റെ വീടിനോട് ചേർന്ന വിറകുപുരക്കാണ് തീ പിടിച്ചത്. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ, കുറുന്തല, കാക്കഞ്ചേരി, പുൽപ്പറമ്പ് ഭാഗങ്ങളിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്നത് വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കുറുന്തലയിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷണം പോയി. പറമ്പാട് ഹുസൈന്റെ ഓട്ടോറിക്ഷയുടെയും അവഞ്ഞിക്കാട് സമീറിന്റെ ലോറിയുടെയും പുതിയ ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെട്ടത്. കരുവാരക്കുണ്ടിൽ കനത്ത ചൂടിൽ യുവ കർഷകന്റെ 1000 വാഴകൾ ഒടിഞ്ഞു വീണു. നീലഞ്ചേരി കൂരിമുണ്ട പുതിയത്ത് ഷാജിയുടെ വാഴകളാണ് നശിച്ചത്. പാട്ടത്തിനെടുത്ത 5 ഏക്കറിൽ 3000 വാഴകളാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പിന് 2 മാസം ബാക്കി നിൽക്കെയാണ് ചൂടിൽ വാഴകൾ ഒടിഞ്ഞത്. കള്ളക്കടൽ പ്രതിഭാസം പുറത്തൂരിലെ തീരപ്രദേശങ്ങളിൽ. ചൊവ്വാഴ്ച രാത്രി തീരത്ത് കടൽ കയറി. കരയിലേക്ക് അടിച്ചു കയറിയ കടൽ ഏറെക്കുറെ ശാന്തമായി. മുന്നറിയിപ്പുണ്ടായിരുന്നതിനാൽ കടലോരങ്ങളിൽ ബോട്ടുകളും മറ്റും തൊഴിലാളികൾ എടുത്തുമാറ്റിയിരുന്നു. പടിഞ്ഞാറേക്കര ടൂറിസം ബീച്ചിലും സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കുറ്റിപ്പുറം KMCT ലോ കോളേജിൽ എത്തിയ പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനെ വിദ്യാർത്ഥികൾ തടഞ്ഞു. സ്ഥാനാർത്ഥി മടങ്ങിപ്പോയി. സ്ഥാനാർത്ഥി കോളേജിൽ എത്തിയതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കോളേജിൽ രാഷ്ട്രീയം അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് MSF പ്രവർത്തകർ തടഞ്ഞതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. ഇതോടുകൂടി ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.